ശബരിമല സമരത്തെ ചൊല്ലി ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ തർക്കം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അനാവശ്യമായിരുന്നുവെന്ന് വി മുരളീധര വിഭാഗം. അതേസമയം ബിഡിജെഎസിന് 4 സീറ്റുകൾ നൽകാൻ യോഗത്തിൽ ധാരണയായി. വിവരങ്ങളുമായി അഭിറാം ചേരുന്നു. അഭിറാം, എന്തൊക്കെയാണ് യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? യോഗം പൂർത്തിയായോ? മറ്റു വിവരങ്ങൾ? അശ്വതി, ഇന്ന് രാവിലെയാണ് ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചത്. യോഗം ആരംഭിച്ചത് തന്നെ പ്രധാന അജണ്ട ഇന്ന് തിരഞ്ഞെടുപ്പായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പായിരുന്നു പ്രധാന അജണ്ട. സ്ഥാനാർത്ഥി നിർണയവും മറ്റുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ നിൽക്കുകയും ശബരിമല സമരം മുൻനിർത്തി ബിജെപി കോർ കമ്മിറ്റി രൂക്ഷമായ വിമർശനമാണ് പരസ്പരം ഇരു വിഭാഗങ്ങളും ഉന്നയിച്ചത്. മുരളീധരപക്ഷം ശ്രീധരൻപിള്ളയെ പൂർണ്ണമായും കടന്നാക്രമിച്ചപ്പോൾ മുരളീധരൻ പക്ഷത്തിനെതിരായി കൃഷ്ണദാസ് പക്ഷവും രംഗത്ത് വന്നു. പക്ഷേ എന്തായാലും ശ്രീധരൻപിള്ളയ്ക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം ഈ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായി. ബിജെപിയുടെ സമരം പൂർണ്ണമായി പരാജയമായിരുന്നു. ശബരിമല വിഷയത്തിൽ ബിജെപിക്ക് അനുകൂലമാവുമായിരുന്ന സാഹചര്യത്തിൽ പോലും ഈ സമരം കൊണ്ട് പൂർണ്ണമായി ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. ഈ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ ജനങ്ങൾക്കും അണികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത തന്നെ ബിജെപിക്ക് വന്നു ചേർന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായി. എന്തായാലും ഈ ശബരിമല വിഷയത്തെ മുൻനിർത്തി ഉണ്ടായ ചർച്ചകളെല്ലാം തന്നെ ശ്രീധരൻപിള്ളയ്ക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉണ്ടായത്. ടി കെ കൃഷ്ണദാസ് പക്ഷം ശ്രീധരൻപിള്ളയ്ക്ക് പിന്തുണമായി എത്തിയെങ്കിലും കടുത്ത വിഭാഗീയത ബിജെപിയിൽ ഉണ്ടെന്നതിന് തെളിവായി മാറുകയായിരുന്നു ഈ ഒരു ചർച്ച. ഇതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും വ്യക്തമായ ഒരു ധാരണയിലെത്താൻ ബിജെപിക്ക് കഴിഞ്ഞതുമില്ല. നേതാക്കൾ തന്നെ പരസ്പര സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോൾ ചർച്ച പൂർണ്ണമായി വിജയകരമാവാതെ തന്നെ പിരിയേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായി. തൃശൂരിൽ എൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ സുരേന്ദ്രനും അവകാശവാദം ഒരേപോലെ ഉന്നയിച്ചു. സുരേന്ദ്രൻ കാസർഗോഡ് ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നേതാവാണെന്നും അത്തരമൊരു കെട്ടിയിറക്കുന്ന സ്ഥാനത്ത് തൃശൂർ വേണ്ടെന്നും എൻ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. താൻ നേരത്തെ മണലിൽ മത്സരിച്ചാണെന്നും മറ്റുമുള്ള പിന്തുണ തനിക്ക് ജനകീയ പിന്തുണ തൃശൂർ ഉണ്ടെന്നും അദ്ദേഹം കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി. പക്ഷേ ഇത്തരമൊരു നീക്കത്തിന്റെ ആവശ്യമില്ലെന്നും മുരളീധരൻ പക്ഷം ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ തന്നെ സുരേന്ദ്രൻ തൃശൂർ ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണ്. തന്നെ തൃശൂർ ജില്ലയിൽ സുരേന്ദ്രന് വ്യാപകമായ പിന്തുണ ഉണ്ടെന്നും മുരളീധരൻ പക്ഷം ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വ്യക്തമായ ഗ്രൂപ്പ് തിരിക്കുന്ന ചർച്ചയിലേക്കാണ് ഈ ഗ്രൂപ്പ് നൃത്തങ്ങൾ പോയത്. അതുപോലെ തന്നെ ബിഡിജെഎസിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു വരികയും ചെയ്തു. നേരത്തെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മറ്റും ബിഡിജെഎസിന്റെ സഹായം ഉണ്ടായിട്ട് കൂടി ബിജെപിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പല സീറ്റുകളിലും വോട്ട് കുറയുന്നതിനപ്പുറത്തേക്ക് ബിഡിജെഎസിനെ കൊണ്ട് ഒരു നേട്ടവും ബിജെപിക്ക് ഉണ്ടാകാൻ കഴിഞ്ഞില്ല. നേതാക്കൾ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനാൽ തന്നെ ഇത്തരമൊരു 8 സീറ്റ് എന്ന രീതിയിലുള്ള ഒരു വാദം ഉന്നയിച്ചത് തീർത്തും അപഹാസ്യമാണെന്ന് തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി. നേരത്തെ പത്തനംതിട്ടയും തൃശ്ശൂരും അടക്കമുള്ള സീറ്റുകളാണ് ബിഡിജെഎസ് അവകാശം ഉന്നയിച്ചത്. എന്നാൽ അത്തരം ഒരു സീറ്റ് നിർണയം നടത്തേണ്ട ആവശ്യമില്ലെന്നും തൃശൂർ ആകാൻ ഒരിക്കലും കഴിയില്ല, ചാലക്കുടി നൽകുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ കോഴിക്കോടോ കൊല്ലമോ അടക്കമുള്ള സീറ്റുകൾ നൽകാൻ തയ്യാറാണ്. പത്തനംതിട്ടയിൽ എൻ ഡി രമേശിന് സാധ്യതയുണ്ട്. അതുകൂടാതെ അയ്യപ്പ കർമ്മസമിതിയുമായി മറ്റുമായി ആലോചിച്ചായിരിക്കും അവിടെയെല്ലാം സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുക എന്നും ബിജെപി കോർ കമ്മിറ്റിയിൽ അഭിപ്രായം ഉന്നയിച്ചു. ഇതിനെല്ലാം തന്നെ ശ്രീധരൻപിള്ള മറുപടിയായി പറഞ്ഞത് എന്തൊക്കെ തർക്കം ഉണ്ടായാലും അവസാനം സംഘം RS അംഗീകരിക്കുന്ന പത്രിക മാത്രമായിരിക്കും അവസാനമായി പരിഗണന ലഭിക്കുക എന്നും കോർ കമ്മിറ്റിയിൽ അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശബരിമല വിഷയത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ വിഭാഗീയത ബിജെപിക്കുള്ളിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതായി മാറി ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം. ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം തൃശൂരിൽ പൂർത്തിയായി. സമഗ്ര വിവരമാണ് അഭിറാം നൽകിയത്. വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബിജെപി തകരുമെന്ന് ഇന്ത്യ ടുഡേ സർവേ. ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് നേഷൻ സർവേ പ്രകാരം ബിജെപിയും ജനതാദളും ചേർന്ന് 18 സീറ്റുകളിൽ മാത്രമേ വിജയിക്കൂ സർവേ പറയുന്നു. മഹാസഖ്യം 58 സീറ്റുകളിൽ വിജയിക്കുമെന്നും സർവേയിൽ പറയുന്നു. കോൺഗ്രസ് 4 സീറ്റുകളിൽ വിജയിക്കൂ. എന്നാൽ കോൺഗ്രസ് കൂടിയുള്ള സഖ്യമായിരുന്നുവെങ്കിൽ ബിജെപി 5 സീറ്റുകളിലേക്ക് ചുരുങ്ങുമായിരുന്നുവെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. SP മഹാസഖ്യം ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി. ഈ ആശങ്കകൾ ബിജെപിക്ക് തലവേദന സൃഷ്ടിക്കുന്നതിനിടെയാണ് UPയിൽ ബിജെപിക്ക് കാലിടറുമെന്ന സർവേ ഫലം കൂടി പുറത്തുവന്നിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബിജെപി തകരുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേയാണ് പ്രവചിച്ചിരിക്കുന്നത്. 2014 ബിജെപിയും അപ്നാദളും ചേർന്ന് നേടിയത് 73 സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ 55 സീറ്റുകൾ നഷ്ടപ്പെട്ട് ബിജെപി 18 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് സർവേ പറയുന്നു. മഹാസഖ്യം 58 സീറ്റുകളും കോൺഗ്രസ് 4 സീറ്റുകളും പിടിക്കും. 2014 നിന്ന് 7% വോട്ട് കുറഞ്ഞ് ബിജെപിയുടെ വോട്ട് 36%-ത്തിലെത്തും. മഹാസഖ്യം 43%-വും കോൺഗ്രസ് 12%-വും വോട്ട് നേടും. മഹാസഖ്യത്തിൽ കോൺഗ്രസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബിജെപി 5 സീറ്റുകളിലേക്ക് ഒതുങ്ങുമായിരുന്നെന്നും സർവേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ കിഴക്കൻ ഉത്തർപ്രദേശിലെ മുന്നാക്ക വോട്ടുകൾ പിടിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഈ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ ബിജെപിക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ബിജെപിക്കെതിരായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉത്തർപ്രദേശിൽ ഉരുത്തിരിയുന്നുണ്ടെന്ന സൂചന കൂടിയാണ് സർവേ ഫലം. ന്യൂസ് ബ്യൂറോ, ദില്ലി.
നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയമിക്കും. കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, ഈ നടിയുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണോ കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞത്? അശ്വതി, ഇരയാക്കപ്പെട്ട നടിയുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ഒരു വനിതാ ജഡ്ജിയെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനമായും വനിതാ ജഡ്ജിയെ നിയമിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ വിചാരണ വേഗത്തിലാക്കണമെന്നായിരുന്നു ഈ ഇരയാക്കപ്പെട്ട നടിയുടെ ആവശ്യം. ഈ ആവശ്യവുമായിട്ടുള്ള നടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് വനിതാ ജഡ്ജിയെ ലഭ്യമാണോ എന്ന് പരിശോധിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളത്തോ തൃശ്ശൂരോ വനിതാ ജഡ്ജി ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തു. വ്യാഴാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ വനിതാ ജഡ്ജിയുടെ ലഭ്യത സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ അന്ന് സമർപ്പിക്കാനും ഹൈക്കോടതി ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു നിർദ്ദേശത്തിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി കോടതി പറയുകയുണ്ടായി. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ ഒരു സമയത്ത് സ്ത്രീകൾക്കെതിരായ കേസുകൾ പരിഗണിക്കാൻ മതിയായ കോടതികൾ സംസ്ഥാനത്ത് ഇല്ല എന്നും ഈ ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇരയ്ക്ക് ഈ പ്രതിയുടെ മുന്നിലൂടെ കോടതിയിൽ എത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഈ ഇരയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എതിരായ കേസുകൾ പരിഹരിക്കാൻ മതിയായ കോടതികൾ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലില്ല എന്നും ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ ഈ ഒരു സമൂഹത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഇരയാക്കപ്പെട്ട നടിയുടെ ആവശ്യമായിരുന്നു ഈ കേസ് പരിഹരിക്കാൻ വേണ്ടി ഒരു വനിതാ ജഡ്ജി വേണമെന്നുള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴികളും നൽകുന്നതും സാക്ഷികളുടെ നിലയും കൂടുതലും വനിതകൾ തന്നെയാണ്. ഈ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ തന്നെ മറ്റു നടിമാരടക്കമുള്ളവർ തന്നെയാണ് ഇതിലെ ഏറ്റവും ഉറച്ച മൊഴികളും അല്ലെങ്കിൽ സാക്ഷികളും എല്ലാം തന്നെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ വനിതാ ജഡ്ജി തന്നെ വേണം എന്ന ഒരു ആവശ്യം ഈ നടി ഉന്നയിച്ചത്. എന്നാൽ ഈ വനിതാ ജഡ്ജിയുടെ ലഭ്യത കുറവ് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടിയതും. ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഏറെക്കുറെ വനിതാ ജഡ്ജി വരുമെന്ന ഉള്ള കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഒരു ഉറപ്പ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ വനിതാ ജഡ്ജിയുടെ ലഭ്യത സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രുതി, സിബി, വ്യാഴാഴ്ച അപ്പോൾ ഈ വനിതാ ജഡ്ജിയുടെ ലഭ്യമാകുന്നതനുസരിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയാണെങ്കിൽ ഉടൻ തന്നെ വിചാരണയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കടക്കുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട കോടതി ഇന്ന് നിരീക്ഷണം നടത്തിയത്? മറ്റു നടപടികളിലേക്കൊന്നും തന്നെ നിരീക്ഷണം നടത്തിയിട്ടില്ല. എന്തായാലും വനിതാ ജഡ്ജി വരുന്ന ഒരു സാഹചര്യത്തിൽ വിചാരണ എല്ലാം തന്നെ വനിതാ ജഡ്ജി വേണം, വിചാരണ വേഗത്തിലാക്കണം എന്നതിന്റെ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ നടി ഉന്നയിച്ചത്. ഇതിൽ വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യത്തിലാണ് ഇത്തരത്തിലൊരു അഭിപ്രായം തേടിയിരിക്കുന്നത്. വനിതാ ജഡ്ജി ലഭ്യമാണോ എന്ന കാര്യത്തിൽ തേടിയിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോയില്ല എങ്കിൽ പോലും ഈ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ദിലീപ് നിരവധി ഹർജികളുമായി സുപ്രീം കോടതിയിൽ തന്നെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പ്രധാനമായും ഈ കേസിലെ വിചാരണ വൈകിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ളവർ തന്നെ ഇപ്പോൾ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിലെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്ന CD ഉൾപ്പെടെയുള്ളതിനെ തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പല കോടതികളിലായി പല ഹർജികളുമായി ദിലീപ് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് തന്നെ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. പ്രതി ഇത്തരത്തിൽ വിചാരണ നീട്ടാൻ ശ്രമിക്കുകയാണെന്നെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും നടി ഈ കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റ് പരാമർശം ഉണ്ടായില്ല. പ്രധാനമായ ഒരു ആവശ്യം എന്ന നിലയിൽ വനിതാ ജഡ്ജി വേണമെന്ന ഒരു ആവശ്യം ഏകദേശം അംഗീകരിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതാ ജഡ്ജിയുടെ ലഭ്യത പരിശോധിക്കാനാണ് ഇപ്പോൾ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അശ്വതി, നടിയെ ആക്രമിച്ച കേസിൽ വനിതാ ജഡ്ജിയെ നിയമിക്കും എന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. ഇതിനുവേണ്ട നിർദ്ദേശങ്ങൾ രജിസ്ട്രാർക്ക് കൈമാറിയിരിക്കുന്നു. വിവരങ്ങളാണ് സിബി കൊച്ചിയിൽ നിന്ന് നൽകിയത്. മറ്റു റിപ്പോർട്ടുകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി നേരിടാൻ ഒരുങ്ങി KPCC. ഏതു വിധേനയും ഉമ്മൻചാണ്ടിയെ മത്സരരംഗത്ത് ഇറക്കാനാണ് മുല്ലപ്പള്ളി ലക്ഷ്യമിടുന്നത്. MLA മാർ മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് എതിർപ്പില്ല എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി മികച്ച സ്ഥാനാർത്ഥിയെന്നും പറഞ്ഞു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം തടയാനുള്ള നീക്കത്തിലാണ് ചെന്നിത്തലയും കൂട്ടരും.
സാങ്കേതിക കാരണങ്ങളാൽ റിപ്പോർട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 3-ാം സീറ്റ് ആവശ്യപ്പെടണമെന്ന് സമസ്ത. സമവായ ശൈലി അവസാനിപ്പിക്കണമെന്നും സമസ്ത മുഖപത്രം. അതേസമയം 3-ാം സീറ്റിന്റെ കാര്യം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്ന് സമസ്ത പറഞ്ഞത് അവരുടെ മാത്രം അഭിപ്രായമെന്നും ലീഗ് ജനറൽ സെക്രട്ടറി KPM മജീദ് പറഞ്ഞു. കോൺഗ്രസിന് കീഴടങ്ങുന്ന മുസ്ലിം ലീഗ് നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്നത്. കാലങ്ങളായി തുടരുന്ന സമവായ ശൈലി ലീഗ് നേതൃത്വം ഉപേക്ഷിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 3-ാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടണമെന്നും സമസ്തയുടെ മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു. തോൽക്കുന്ന സീറ്റാണെങ്കിൽ കൂടി ഏറ്റെടുത്ത് മത്സരിക്കണം. തോറ്റവർ കൂടി എഴുതി ചേർത്തതാണ് ലീഗിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും ചരിത്രം. പാർലമെന്റിൽ മുസ്ലിം പ്രതിനിധികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സമസ്ത പറയുന്നു. അതേസമയം സമസ്ത പറഞ്ഞത് അവരുടെ അഭിപ്രായം മാത്രമാണെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും ലീഗ് ജനറൽ സെക്രട്ടറി KPM മജീദ് പറഞ്ഞു. സമസ്തക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം. നമുക്ക് വിരോധമില്ലല്ലോ. ഓരോ കക്ഷികൾക്കും കൂടി സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ട്, ഓരോ പാർട്ടികൾക്കുമുണ്ട്, ലീഗിനും അവകാശമുണ്ട്. പക്ഷേ അത് ചോദിക്കണോ വേണ്ടേ എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എത്തിയിട്ടില്ല. എന്നാൽ സമസ്ത ഉൾപ്പെടെയുള്ള വിവിധ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ ലീഗ് 3-ാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേബിൾ TV സംഘടനകളുടെ സമരത്തിന് CITU പിന്തുണ പ്രഖ്യാപിച്ചു. CITU സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. താരിഫ് ഓർഡറിലെ അപാകത പരിഹരിക്കണം എന്നും ബേസിക് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് നിവേദനങ്ങൾ നൽകിയിട്ടും സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാത്തത് പ്രതിഷേധാർഹമെന്ന് CITU സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച നിരീക്ഷക സമിതിയുടെ വിമർശനത്തിന് സർക്കാരിന്റെ മറുപടി. യുവതികളെ രഹസ്യമായി പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും കനകദുർഗയെയും ബിന്ദുവിനെയും അനുഗമിച്ചത് അജ്ഞാതരല്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ സിവിൽ വേഷത്തിൽ ഇരുവർക്കും സുരക്ഷ ഒരുക്കുകയായിരുന്നു. പ്രത്യേക വഴി തെരഞ്ഞെടുത്തത് യുവതികളുടെ സുരക്ഷ കണക്കിലെടുത്താണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ബിന്ദുവും കനകദുർഗയും ശബരിമല സന്ദർശിച്ചതിന് പിന്നാലെ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിരീക്ഷക സമിതി പോലീസിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അജ്ഞാതരായ ചിലരാണ് ഇരുവരെയും അനുഗമിച്ചതെന്നും ഇവരെ പിൻവാതിലൂടെ സന്നിധാനത്ത് എത്തിച്ചു തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു നിരീക്ഷക സമിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. യുവതികളെ രഹസ്യമായി ശബരിമലയിൽ എത്തിച്ചു എന്ന വാദം ശരിയല്ലെന്ന് സത്യവാങ്മൂലത്തിലുണ്ട്. മാത്രമല്ല, ഇവരെ അജ്ഞാതർ അനുഗമിച്ചു എന്ന ആരോപണവും വസ്തുതാവിരുദ്ധമാണ്. യുവതികളെ അനുഗമിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ സിവിൽ വേഷത്തിൽ ഇരുവരെയും അനുഗമിക്കുകയായിരുന്നു. സാധാരണ ഭക്തർ പ്രവേശിക്കുന്ന വഴിയിലൂടെ അല്ലാതെ ഇരുവരെയും കൊണ്ടുപോയത് യുവതികളുടെ സുരക്ഷ കണക്കിലെടുത്താണെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. മുൻപ് ശബരിമല സന്ദർശനത്തിന് എത്തിയ സ്ത്രീകൾക്ക് നേരെ ചിലർ അക്രമം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷ നൽകാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തിന്റെ പുതിയ ആരോഗ്യ നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. ചികിത്സാ ചെലവ് കുറയ്ക്കാൻ നയം പ്രാധാന്യം നൽകുന്നു. ആരോഗ്യ ഡയറക്ടറേറ്റിനെ വിഭജിക്കാനും തീരുമാനം. നിലവിൽ 2 ഘടകങ്ങളായിരുന്നത് ഇനി 3 ആകും. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിനെ 2 ആക്കി പൊതുജനാരോഗ്യത്തിന് പ്രത്യേക ഡയറ്റ് ഓഫ് ക്ലിനിക്കൽ സർവീസസ് എന്നാക്കും. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെ തുടരും. ഒപ്പം ശിശുമരണ നിരക്ക് 12-ൽ നിന്നും 8 ആക്കുന്നതിനും മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിനും പ്രത്യേക ഊന്നൽ നയത്തിലുണ്ട്. ആ ആരോപണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ടെൻഡർ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ടെൻഡർ നോട്ടീസ് ഒക്ടോബർ 12-ന് പുറപ്പെടുവിക്കുന്നതാണ്. ഫൈനൽ ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നത് 29-നാണ്. അപ്പോൾ 24-നും 29-നും ഹൈക്കോടതിയുടെ ഇന്റർവ്യൂ വിധിയും ഫൈനൽ ജഡ്ജ്മെന്റിൽ